ഹലോ ഗൈസ്, ചെമ്പനീർ പൂവ് പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ ഫുൾ കോമഡി ആട്ടോ. നമ്മുടെ ശ്രുതി പുതിയൊരു ജോലി കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ്? നമ്മുടെ കൂട്ടുകാരൻ്റെ ഉപദേശപ്രകാരം ഒരു അമ്പലത്തിലെ നടയിൽ പോയി ഭിക്ഷ ഇരിക്കാന്നാണ് നമ്മുടെ ശ്രുതിയുടെ പുതിയ തീരുമാനം കേട്ടോ. എന്നാലും താൻ ശരീരമാണെങ്കിൽ പണിയെടുത്ത് 10 പൈസ ഉണ്ടാക്കില്ല എന്നാൽ വാശിയിൽ തന്നെയാട്ടോ നമ്മുടെ ശ്രുതി. അങ്ങനെ കീറിയ ബനിയാനും മേക്കപ്പ് ഒക്കെ ഇട്ട് നമ്മുടെ ഒരു പിച്ചക്കാരൻ്റെ പോലെ ആ ഒരു പാത്രമൊക്കെ പിടിച്ച് നമ്മുടെ കൂട്ടുകാരൻ യഥാസ്ഥാനത്ത് കൊണ്ട് ഇരുത്തുന്നൊക്കെ ഉണ്ട് ഒരു അമ്പലത്തിന് മുന്നില്. അപ്പൊ ആദ്യം നമ്മുടെ ശ്രുതിക്ക് ഇങ്ങനെ അമ്മേ എന്നൊന്നും വിളിക്കാൻ പോലും അറിയത്തില്ല. കൂടെ ഇരിക്കണം പിച്ചക്കാരൊക്കെ അത് നല്ലോണം പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടെ ഇരിക്കുന്നവരാണ് നമ്മുടെ ശ്രുതിക്ക് ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുക്കുന്നത് കേട്ടോ. സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും ഗതിയില്ലാത്തവനാണ് അവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മറ്റുള്ളവർ പോലും നമ്മുടെ ശ്രുതിനെ പറഞ്ഞ് കളിയാക്കുന്നൊക്കെ ഉണ്ട്. ഏറ്റവും ഒടുവിലാണ് കൂട്ടുകാരെ ആ ഒരു ഭീകര കാഴ്ച. നമ്മുടെ രേവതി ആ ഒരു അമ്പലത്തിൽ വരികയാണ്. അപ്പൊ രേവതി ഓരോരുത്തർക്കും ഇങ്ങനെ പൈസ കൊടുത്ത് 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 വരികയാണ്. അപ്പൊ നമ്മുടെ ശ്രുതിയുടെ പാത്രത്തിൽ വിടും. അപ്പൊ ശ്രുതിനെ കണ്ടാ പിന്നെ തീർന്നു. അപ്പൊ നമ്മുടെ ശ്രുതിനെ കണ്ടാ പിന്നെ തീർന്നു അല്ലേ. അപ്പൊ ശ്രുതിയാണെങ്കിൽ നമ്മുടെ രേവതിനെ കാണുമ്പോ തന്നെ ആ ഒരു കയ്യിലുണ്ടായിരുന്ന മുണ്ടൊക്കെ തലവഴി മൂടിയിടുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇനി എന്തൊക്കെ പുകിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ രേവതിയുടെ കണ്ണിൽ ശ്രുതി പെടുമോ? എന്ത് കള്ളക്കഥയായിരിക്കും അവിടെ പറയാൻ പോകുന്നത് അല്ലേ? എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.